അതിൻ്റെ ഫ്രെയിമാണ് അപ്പോൾ അത് ഇന്നലെ പറഞ്ഞു ഇതും വേറെ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. ബോച്ചയെ മനഃപൂർവ്വം ചെയ്തതാണിത്. ഞങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളും ബോച്ചയുടെ ഫാൻസുകാരും വന്നിട്ട് ബോച്ച ഇന്ന് ഇറങ്ങിയത് സീല് വെച്ചിട്ട് നിസാർ സീല് ഇതൊക്കെ മനഃപൂർവ്വം ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢശക്തിയുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. ഇത് കൊലപാതകവും തീവ്രവാദവും ഒന്നും ചെയ്ത ആൾക്കാരല്ല. തീവ്രവാദമൊന്നും ചെയ്ത ആളല്ല ബോച്ച. ഒരു ദയാർത്ഥ പ്രയോഗത്തിന്റെ പേരില് മനഃപൂർവ്വം ബോച്ചയെ മനഃപൂർവ്വം ചെയ്താണ്. ഇത് ഞങ്ങൾ ആരാധന സമ്മതിക്കില്ല. ഇത് നിങ്ങളെ പോലീസുകാർ സർക്കാരും കൂടെ കളിക്കുന്ന കളിയാണിത്. ബോച്ചയ്ക്ക് നാളെ ഉണ്ട്. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി ആള് ഇവിടെ ക്രൗഡ് ഇവിടെ ഞങ്ങൾ കൂട്ടും. ഞങ്ങൾ കണ്ടോ? ഇതിനെതിരെ പ്രതിഷേധിക്കുക. റോഷൻ വരുൺ തിരിച്ചു പോകാനുള്ള ആളുകൾക്ക് പോകാട്ടോ. പോകാനുള്ള ആളുകൾക്ക് പോകാം. രാവിലെ തലേ ദിവസം വരെ ആളുകൾ വന്നിട്ട് കമ്പടിച്ച് നിൽക്കുന്നത് ജാമ്യം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ നിന്നുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിയില്ല. ജഡ്ജി രാവിലെ ജാമ്യം കൊടുത്താനുള്ള കൊടുത്തിട്ടുണ്ട്. കോർട്ട് ഓർഡറിന്റെ കള്ളാസും കാര്യങ്ങളും ഇവിടെ എത്തിക്കില്ല ജയിലിലേക്ക്. സാധനം ഇവിടെ കിട്ടിയില്ല. നാളെ കൂടുതൽ വർത്താനങ്ങളില്ല. ബോച്ചയ്ക്ക് ദോഷം ചെയ്യരുത്. ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു പേപ്പർ. നാളെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്.